പൗർണമി തിങ്കൾ ചെയ്യുമ്പോഴും അതിൽ കൂടുതലും ആ കരിമണിമാലയാണ് ഇട്ടിട്ട്. ഇതൊക്കെ അവിടെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്നതാണെന്നാണ് പറഞ്ഞത്. എനിക്കിതുപോലത്തെ കുറേ കൊണ്ട് തന്നായിരുന്നു. പിന്നെ ഞാൻ ഇത് ശംഖുമുഖത്ത് നിന്ന് വാങ്ങിയത് ജിമിക്കി. ഇത് എൻ്റെ ടേസ്റ്റാണ് കേട്ടോ. കൂട്ടത്തിൽ ഇച്ചിരി കളർഫുൾ ഇതാണ്. എനിക്ക് എന്തൊരു പെർഫെക്ഷനാണ് ആ ഫേസിലൊക്കെയാണ്. ഇന്ന് ഭയങ്കര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി വ്ളോഗാണ്. എൻ്റെ വ്ളോഗ്സ് ഒന്നും പ്രീ പ്ലാൻഡ് അല്ല. അതായത് ഞാനിപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിൽ അത് ജസ്റ്റ് കാണിക്കണമെന്ന് തോന്നുമ്പോൾ അത് വ്ളോഗ് എടുക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ജ്വല്ലറീസ് റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തു. നേരത്തെ ഇട്ട എൻ്റെ കയ്യിലുള്ള ജ്വല്ലറി കളക്ഷൻസ് അല്ല, ഇപ്പം ഞാൻ കുറച്ച് കുട്ടി കുട്ടി മാല കമ്മലൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തു. അപ്പോൾ അതൊരു വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അധികം ഞാൻ സംസാരിച്ച് മോഷിപ്പിക്കുന്നില്ല. നമുക്ക് സ്ട്രെയിറ്റ് അവേ നമ്മുടെ അതിനകത്ത് ഒരു കാര്യം എടുത്തവരാണ് ഈ പെട്ടി. ദിസ് ഇസ് മൈ സിസ്റ്റേഴ്സ്. അപ്പം ഞാൻ എന്തായാലും വ്ളോഗ് എടുക്കാന്ന് വെച്ചപ്പോൾ ചേച്ചി ഇപ്പോൾ ഇവിടെ നാട്ടിലുണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ കാണിച്ച ചേച്ചിയുടെ ഒരു കളക്ഷൻ ഉണ്ട്, അപ്പോൾ അതും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത് എന്നെപ്പോലെ ഒരു ട്രഡീഷണൽ സെറ്റപ്പ് അല്ല, ഷീസ് എക്സ്ട്രീംലി ഒരു മോഡേൺ ആണ്. അപ്പം ചേച്ചിയുടെ ടേസ്റ്റും എൻ്റെ ടേസ്റ്റും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഈ ജൂക്കാസ് നല്ല ഭംഗിയുള്ള നെക്ലസ് അങ്ങനത്തെയൊക്കെ ഇഷ്ടം, പക്ഷെ ചേച്ചിക്ക് അങ്ങനത്തെ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചത് തുടങ്ങിയിട്ട് അതിലേക്ക് പോവാം. ഫസ്റ്റ് വൺ ഇതാണ്. ഇത് ഞാൻ വാങ്ങിയതല്ല, ആക്ച്വലി ഞാൻ തഞ്ചാവൂർ പോയപ്പോൾ അന്ന് എൻ്റെ പിറന്നാളായിരുന്നല്ലോ. അപ്പം എൻ്റെ ചെരുപ്പ് പൊട്ടിയപ്പോൾ ചെരുപ്പ് വാങ്ങിക്കാൻ ഒരു ബസാറിൽ കയറിയപ്പോൾ ഈ ഒരു മാല അവിടെ ഒരു ജ്വല്ലറി ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് മനോജേട്ടൻ എനിക്ക് പിറന്നാൾ ഗിഫ്റ്റായിട്ട് വാങ്ങി തന്നതാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല ഞാനിത് കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, ആരൊക്കെയോ ഇട്ട് കണ്ടിട്ടുണ്ട്. ലൈക്ക് സീമ വിനീത ചേച്ചി അവരുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ അവരേതോ ഒരു സെറ്റ് മുണ്ടിട്ടപ്പം ആ ചേച്ചി നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് അവരുടെ സാരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലൊരു സാരിയുടെ കൂടെ ഷി പെയർഡ് ദിസ് നെക്ലസ്. അങ്ങനെ 2-3 പേര് ഞാൻ കണ്ടപ്പോൾ ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരിതാണ്. പെട്ടെന്ന് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഒന്നാമത് ഭഗവാന്റെ ഒരു ശംഖ് ചക്രം, പിന്നെ മറ്റേ ഗോപിപ്പൊട്ട്, ഇങ്ങനെ ഒരു നെക്ലസ് ആയിട്ട് വരും. കമ്മൽ ഈ ശംഖിൻ്റെ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പീസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, നമുക്കിത് ചുരിദാറിൻ്റെ കൂടെയും പെയർ ചെയ്യാം, സാരിയുടെ കൂടെയും പെയർ ചെയ്യാം. അത്യാവശ്യം മോഡേൺ ആയിട്ട് ഒരുങ്ങുമ്പോഴും നമുക്കിത് യൂസ് ചെയ്യാം, ട്രഡീഷണൽ ആകുമ്പോഴും യൂസ് ചെയ്യാം. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി എനിക്കിത് തോന്നി. ദിസ് ഇസ് വൺ. അപ്പോൾ പാക്ക് ചെയ്ത് പോയാൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. ഈ ഇടയ്ക്ക് എനിക്ക് ഒരു 1 year ബിഫോർ ഒന്നും ഞാൻ ഒട്ടും എന്നെ ഒരുങ്ങുന്നതിലൊന്നും അത്ര ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഐ ഫീൽ ലൈക്ക് കുറച്ചും കൂടെ നന്നായിട്ട് എന്നെ പ്രസൻറ്റ് ചെയ്യണം, ഒരുങ്ങണം, നല്ല ഓർണമെൻറ്റ്സ് ഇടണം എന്നൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് അതിനോട് പ്രായം മുന്നോട്ട് പോകുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തോ അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഇരിക്കാൻ എനിക്ക് തന്നെ തോന്നി. നമ്മളെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത് നമ്മൾ നല്ല ഒരുങ്ങി നമ്മളെ കാണുമ്പോൾ ഒരു ഭയങ്കര പോസിറ്റീവ്സ് എനിക്ക് ഫീൽ ചെയ്തു. സോ എനിക്ക് ഈയിടെയായിട്ട് ഞാൻ അതിൽ കുറച്ച് ഇൻട്രസ്റ്റഡ് ആണ്. ഹലോ, ഒരു മിനിറ്റ് ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ട് പെട്ടെന്ന് പോകാം. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് നമുക്ക് വീട്ടിൽ, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ ക്ലീനിങ് ഒരു വലിയ തലവേദന കുറിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇത് അഗാറോട് ഒരു എലൈറ്റ് ഇലക്ട്രിക് ഗ്ലാസ് വാക്യൂം ക്ലീനർ. നമ്മൾ നമുക്ക് തറയൊക്കെ തുറക്കാൻ പിന്നെയും ആക്സസറീസ് ഉണ്ട്, നമുക്ക് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ. അതുപോലെ നമ്മുടെ മിറേഴ്സ്, ബെഡ്റൂമിലെ മിറേഴ്സ്, വാഷ് ബേസിൻ്റെ അവിടുത്തെ മിറർ, അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആക്കി വെക്കുന്നത് നമുക്ക് ഭയങ്കര ടാസ്ക് ഉള്ള കാര്യമാണ്. സ്മൂത്ത് ആയിട്ടുള്ള എല്ലാ സർഫസും ഇത് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് എഫേർട്ട്ലെസ്ലി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു മെയിൻ യൂണിറ്റ് ഉണ്ടാവും വിത്ത് വാട്ടർ ടാങ്ക്, പിന്നെ 360 ഡിഗ്രി സ്പ്രേ ബോട്ടിൽ ഉണ്ടാവും. ഇത് ചാർജിങ് കേബിളാണ്. ഒറ്റ ചാർജിൽ ഏകദേശം 25 മിനിറ്റ്സോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 2 മൈക്രോ ഫൈബർ ക്ലോത്ത് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ഇത് സ്പ്രേ ബോട്ടിൽ ഫിക്സ് ചെയ്യാനുള്ള ഹെഡ്, ഇത് മെയിൻ യൂണിറ്റിൽ വെക്കാനുള്ള ഹെഡ്. യൂസ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. നമ്മൾ ഈ ഒരു വാട്ടർ ടാങ്ക് ഡൗൺവേർഡായിട്ട് പുൾ ചെയ്തെടുക്കുക, അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഹാൻഡിൽ വിത്ത് കെയർ. ഓക്കെ, ആവശ്യത്തിനുള്ള വെള്ളം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് എഗെയിൻ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഫിക്സ് ചെയ്ത് കൊടുക്കുക, അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബട്ടൺ ഓൺ. ഇനി നമുക്ക് ഗ്ലാസ് സർഫസ്, അതായത് ഇപ്പോൾ ടേബിളൊക്കെ നമുക്ക്
കുറച്ച് വെള്ളമൊക്കെ നനച്ച് നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ബോട്ടിലിനകത്ത് വെള്ളം ഫിൽ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഈ ഒരു ഹെഡിലേക്ക് ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞിട്ട് കുറയ്ക്കാം. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പം റെസിജ്വൽ ഡ്രോപ്ലെറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം പോളിഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കോഡ്ലെസ് ഓപ്പറേഷൻ വിത്ത് 1 kPa സെക്ഷനാണ്. അഗാരോയുടെ ഡിലൈറ്റ് ഇലക്ട്രിക് ഗ്ലാസ് വാക്യൂം ക്ലീനർ വരുന്നത് 1 year വാറൻറ്റിയോട് കൂടിയാണ്. ഞാൻ ഡീറ്റെയിൽസും ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഞാൻ ഒരു 4 പീസ് വാങ്ങിയതാണ്. ഇത് വാങ്ങിച്ചത് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു പീസ് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ 4-5 ഞാൻ ഒന്നിച്ച് വാങ്ങിച്ചു. എമോർ ഹാൻഡ് പിക്ക് ജ്വല്ലറി. ഒരു ഇൻസ്റ്റാഗ്രാമിൽ തപ്പി വന്നു. ഭയങ്കര വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഒരെണ്ണം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടു. പിന്നെ അതിനകത്ത് കയറിയപ്പോൾ 4-5 വാങ്ങി. അത് ഇഷ്ടപ്പെട്ടത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ അതിനകത്ത് കയറിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തു. ഇതൊരു ലക്ഷ്മിയുടെ മാലയാണ്. പക്ഷെ അതും ഒരു ട്രഡീഷണൽ കം മോഡേണാണ്. ഞാൻ ഓപ്പൺ പോലും ചെയ്തില്ല, വന്ന് അതേപോലെ വെച്ചേക്കുക. ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ലക്ഷ്മി വന്നിട്ട് മേളിലൊരു താമരപ്പൂവ്, ഒരു റൂബി സ്റ്റോൺ. നല്ല അതായത് ചെറിയ മൈന്യൂട്ട് ഫിനിഷിങ് പോലും പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ കുറവ് നമുക്ക് ഫീൽ ചെയ്യില്ല നമ്മൾ വാങ്ങിക്കുന്ന ചിലതിലൊക്കെ ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള വർക്കാണെങ്കിൽ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഭയങ്കര ഹൈ ക്വാളിറ്റി, വലിയ വിലയില്ല. ഇടുമ്പോഴും നല്ലൊരു ഇത്ര മൈന്യൂട്ട് പെർഫെക്ഷൻ അങ്ങനെ എല്ലാവരുടെ വർക്കിലും ഉണ്ടാവില്ല. എനിക്ക് അതാണ് ഇഷ്ടപ്പെടുന്നത്. കമ്മൽ വന്നിട്ട് ഇങ്ങനെ ഒരു ലക്ഷ്മി, അതിൻ്റെ ഈ ഇതിലുള്ള അതേ സെയിം പാറ്റേൺ ഒരു സ്റ്റഡ്. പിന്നെ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതൊരു കരിമണി മംഗല്യസൂത്ര ടൈപ്പ് ഒരു ഇതാണ്. അതിൻ്റെ കമ്മൽ ഈ ഒരു റെഡിൽ വൈറ്റ് സ്റ്റോൺ വരുന്ന ഒരു AD സ്റ്റോൺ കമ്മലാണ്. പക്ഷെ ഇത് നല്ല സെറ്റ് മുണ്ടിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്തിട്ടാലുണ്ടല്ലോ, എൻ്റെ അമ്മോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. എന്നാൽ ഈ കറുത്ത മാലകൾ കഴുത്തിലിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിൻ്റെ കൂടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റഡും കൂടെ വരുമ്പോഴത്തേക്കും ഇറ്റ് ലുക്സ് എൻകറ്റ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല സാരിയുടെ കൂടെയും പിന്നെ സൽവാറിൻ്റെ കൂടെയൊക്കെ പോകും. അതിൻ്റെ ഈ ഒരു എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു ബ്ലാക്ക് കരിമണിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പൗർണമി തിങ്കൾ ചെയ്യുമ്പോഴും അതിൽ കൂടുതലും ആ കരിമണിമാലയാണ് ഇട്ടിട്ടുള്ളത്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് കാരണം അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള വർക്കാണ്, പക്ഷേ ഇറ്റ്സ് റിയലി ഗുഡ്. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പേസ്റ്റൽ ഗ്രീൻ, വൈറ്റ്, റോസ്. എനിക്ക് റെഡ്, ഗ്രീൻ. എനിക്ക് റെഡാണ് കുറച്ചും കൂടെ എടുപ്പായിട്ട് തോന്നിയത്. ഞാൻ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ മാല ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സി sapphire, then pastel shade ornam, then pearl, green, ocean blue, ഇതൊരു പീച്ച് കളർ, വൈറ്റ്, പിന്നെ അതായത് അതിൻ്റെ ഒരു റെപ്പറ്റീഷൻ. സി എന്ത് ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും ഏത് കളർ ഡ്രസ്സാണെങ്കിലും അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് സൽവാറിൻ്റെ കൂടെ മോഡേൺ സാരി ആണെങ്കിലും ട്രഡീഷണൽ സാരി ആണെങ്കിലും ഒരേപോലെ പോകും. എനിക്കിതങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഇതിന് മുമ്പ് ഇതുവരെ കണ്ടിട്ടില്ല. ആ ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് വരുമ്പോൾ
ഭയങ്കര ഒരു ഭംഗി. അതിൻ്റെ കമ്മൽ ഇതായിട്ടുണ്ട്, ഷെയ്ഡാണ് കമ്മൽ. ഇതായതാണ്, ചെറുതാണ് പക്ഷെ ഇറ്റ്സ് ഗുഡ്, ഒരു എലഗൻ വേണ്ട. പിന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ ആ സ്റ്റോർ ഇങ്ങനെ കണ്ട് കയറിയിട്ട് വാങ്ങിച്ചതാട്ടോ ഇതൊക്കെ. ഞാൻ ആദ്യം കണ്ടത് അതാണ്. ഐ റിയലി ലവ്. ഇതും എൻ്റെ ഭഗവാനാണ്. ആ ഭഗവാന്റെ മുഖത്തേക്ക് ആ ഒരു പെർഫെക്ഷൻ കണ്ടോ, എനിക്കതാണ് അവരുടെ ഏറ്റവും ഇഷ്ടം. ചുമ്മാ ഈ ലൊട്ടിലൊടുക്ക് സെറ്റപ്പ് അല്ല. ചിലത് വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്നതേ ആയിരിക്കില്ല, പക്ഷെ ഇതിൻ്റെ മൈന്യൂട്ട് ആ ഭഗവാന്റെ ചിരി വരെ അതിലുണ്ട്. ക്ലോസ് കാണിച്ചു, എനിക്ക് എന്തൊരു പെർഫെക്ഷനാണ് ആ ഫേസിലൊക്കെയാണ്. പിന്നെ കമ്മലും ഭഗവാൻ തന്നെയാണ് കേട്ടോ. എന്തൊരു ഇതൊക്കെ ഇട്ട് വരുമ്പോൾ എന്തൊരു ഭംഗിയായിരിക്കും എന്നറിയോ. ഞാൻ ഏതെങ്കിലും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം ഇട്ടിട്ട്. സീ ഹൗ ബ്യൂട്ടിഫുൾ. ഇത്രയാണ് ഞാൻ ഇപ്പം വാങ്ങിച്ച കുറച്ച് കമ്മലുകൾ. പിന്നെ ഞാൻ തഞ്ചാവൂരിൽ നിന്ന് തിരിച്ച് വരുന്ന വഴി ഒരു സ്ഥലത്തുനിന്ന് കുറച്ച് കമ്മൽ വാങ്ങിച്ചു. അത് ഞാൻ മിന്നുവിന് വേണ്ടി വാങ്ങിച്ചത്. ഇതെല്ലാം ചേച്ചിയുടെയാണ്. ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഞാൻ വാങ്ങിച്ചത്, ഞാൻ ആക്ച്വലി വാങ്ങിച്ച് ചേച്ചിക്ക് കൊടുത്തതാണ്. ബട്ട് ഐ റിയലി ലവ് ഇറ്റ്. ഇതെല്ലാം 40 രൂപയുള്ളായിരുന്നു. നല്ലൊരു ഭംഗിയില്ലേ. ഇതാ എവിടെയാണെന്നറിയോ, തൃപ്പരപ്പ് വാട്ടർഫോൾസ് ഇല്ലേ, അത് കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവിടെ ഒരു അമ്മമ്മയുടെ കടയെന്ന് വാങ്ങിയത്. ഇത് പിന്നെ ഒരെണ്ണം ചേച്ചി ഇട്ടുകൊണ്ട് പോയി കേട്ടോ, ഒരു റെഡ്. ഇതിൻ്റെ തന്നെ ഒരു റെഡ് ബോളുണ്ട്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു യെല്ലോ. പിന്നെ ഒരു സാധാ ജിമിക്കി, പക്ഷേ ഇനി ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു നിന്നു ഇട്ടുകൊണ്ട് പോയി തോന്നുന്നു. അവിടെ ഉണ്ട്, കണ്ടു. ഒരെണ്ണം ഒരു റെഡ് ബോളാണ്. ഇത് സാധാരണ ഒരു ജിമിക്കി. ഇത് എൻ്റെ ടേസ്റ്റാണ് കേട്ടോ. ഇത് പിന്നെ ഒരു റെയിൻ ഡ്രോപ്സ് പോലത്തെ ഇത്, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതെല്ലാം 40 രൂപീസേ ഉള്ളൂ. പിന്നെ ഇതേപോലെ തന്നെ ഒരു ബോൾ, റെഡ് ബോൾ, അത് ഇട്ടുകൊണ്ട് വരുന്നെങ്കിൽ അതോട് കാണിക്കുകയാണ്. പിന്നെ ഞാൻ ഇത് ശംഖുമുഖത്ത് നിന്ന് വാങ്ങിയത്. ഭയങ്കര ക്യൂട്ടൊരു, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു ബട്ടർഫ്ലൈയും കൂടെ ഉണ്ട്. അത് ശരിയാണല്ലോ, അത് മിന്നു ഇട്ടുകൊണ്ട് പോയെങ്കിൽ ആ റെഡ് അതവിടെ പോയി. ശരിയാണ്, ഇന്ന് രാവിലെ ബട്ടർഫ്ലൈ ആണ് ഇട്ടുകൊണ്ട് പോയത്. ചിലപ്പോൾ താഴെ മിന്നുവിൻ്റെ മുറിയിലും എല്ലാം ഊരി വെച്ചിരിക്കായിരുന്നു. ഇതെല്ലാം പുള്ളിക്കാരുടെ UK കളക്ഷനാണ് കേട്ടോ. സി, ഞാൻ ഓരോന്നായിട്ട് ക്ലോസിൽ കാണിക്കും. ഇതെല്ലാം എനിക്ക് വേണമെങ്കിൽ മൂക്കുത്തിയായിട്ടും ഇടാം. ഇതൊക്കെ അവിടെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്നതാണെന്നാണ് പറഞ്ഞത്. എനിക്കിതുപോലത്തെ കുറേ കൊണ്ട് തന്നായിരുന്നു. ഇതിലൊരു റോസ് ഗോൾഡ് ടൈപ്പ്. പിന്നെ അങ്ങനെ വലിയ ജിമിക്കി ഒന്നും ഇടുന്ന ടൈപ്പല്ല, എല്ലാം ഇങ്ങനത്തെ ടൈപ്പാണ്. ഇതൊക്കെ അത് ക്യൂട്ടായിട്ടുള്ള. പിന്നെ കുറച്ച് റൗണ്ട് സ്റ്റഡ്സ്. അഗെയിൻ ഇതെനിക്കുമുണ്ട്. അഗെയിൻ സം റോസ് ഗോൾഡ്. ഇത് കുറച്ച് വൈറ്റ് സ്റ്റോൺ. കൂട്ടത്തിൽ ഇച്ചിരി കളർഫുൾ ഇതാണ്. എനിക്ക് ഇതൊക്കെ ഇഷ്ടമായി. ഈ ഒരു ബട്ടർഫ്ലൈ പോലത്തത്, ഇത് അപ്പോൾ ഇത്രയൊക്കെയാണ് ലേറ്റസ്റ്റ് ജ്വല്ലറി പർച്ചേസ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തതിൻ്റെ പിന്നെ പർച്ചേസ് ചെയ്തത്, പക്ഷേ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒന്നും ലിങ്ക് എനിക്ക് തരാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾ UK പോയി വാങ്ങിക്കേണ്ടി വരും. പക്ഷേ ഞാൻ ഇതിൽ കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, മറ്റേ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ അമോർ ഹാൻഡ് പിക്ഡ് ജ്വല്ലറി ഒന്ന് ക്ലോസ് കാണിച്ചിട്ട്, അമോർ ഹാൻഡ് പിക്ഡ് ജ്വല്ലറി. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിത് വൈൻഡപ്പ് ചെയ്യണം. കുഞ്ഞാവല്ല, ചില വല്ല നീളം വന്നെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, അപ്പോൾ ബൈ. വീണ്ടും ഏതെങ്കിലും ഒക്കെ വ്ലോഗുമായിട്ട് അതുവരെ ടേക്ക് കെയർ.